നമസ്തേ. 1991 ഒരു ആരാധനാലയ നിയമമുണ്ട്. പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്. 1991 അത് നിലവിൽ വന്നത്. അതിനകത്ത് ബാബറി മസ്ജിദ് ഒഴിച്ചുള്ള എല്ലാ ദേവാലയങ്ങളും 1947 ആഗസ്റ്റ് 15 ഏത് അവസ്ഥയിലായിരുന്നു, ഏത് നിലയിലായിരുന്നു, ഏത് ഉടമസ്ഥതയിലായിരുന്നു, അതേപോലെ തന്നെ നിലനിർത്തണം. ഏത് മതവിഭാഗത്തിൻ്റേതായിരുന്നു ആ രീതിയിൽ തന്നെ തുടരണം. അതിന് ആരും മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തിയാൽ അവർക്ക് അത് ശിക്ഷാർഹമായ കുറ്റമാണ്. അതിനുള്ള ശിക്ഷയും ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ഒരു ദേശീയ കൗൺസിൽ ചെന്നൈയിൽ കൂടിയിട്ട് ഈ നിയമം കർശനമായിട്ട് നടപ്പിലാക്കണം. അല്ലെങ്കിൽ ജ്ഞാൻവാപിയും ഉത്തർപ്രദേശിലെ ജ്ഞാൻവാപിയും അതുപോലെ തന്നെ അവിടുത്തെ ആ സംസ്ഥാനത്ത് തന്നെയുള്ള കൃഷ്ണ ജന്മഭൂമി പ്രദേശവും ഇതെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് കേസുണ്ട്. ഇപ്പോഴുതന്നെ അത് ഹിന്ദുക്കൾക്ക് കൈമാറേണ്ടി വരും, അവർ കയ്യേറും. ഏതാണ് അവരുടെ ഭയം? അത് തടയാൻ വേണ്ടി ഈ നിയമം കർശനമായിട്ട് നടപ്പിലാക്കണം. ഈ നിയമം കർശനമായിട്ട് നടപ്പിലാക്കിയാൽ ഇങ്ങനെ ഉടമസ്ഥാവകാശം മാറാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഉടമസ്ഥാവകാശം ഞാൻ തർക്കത്തിലായ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. ഇനി ഈ നിയമത്തിൻ്റെ സാധുത എന്താണ്? ഈ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കേസുണ്ട്. എന്താണ് ഇതിൻ്റെ സാധുത? 1947 ആഗസ്റ്റ് 15 സ്ഥിതി നിലനിർത്തണമെന്ന് പറയാൻ എന്ത് ന്യായത്തിലാണ്? അതായത് എന്തെങ്കിലും ഒരു ന്യായം വേണമല്ലോ അതിനകത്ത്. 1947 ആഗസ്റ്റ് 15 സ്ഥിതി ന്യായയുക്തമായ ഒരു സ്ഥിതിയാണെന്ന് ഉറപ്പ് വേണമല്ലോ. ആ ന്യായയുക്തമായ സ്ഥിതിയാണെങ്കിൽ അത് മാറ്റാൻ പാടില്ല. ന്യായയുക്തമല്ലെങ്കിൽ അതിനെ മാറ്റണ്ടേ? കുറേ അക്രമികൾ എല്ലാ സ്വത്തുമൊക്കെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇനി ആരും മോഷണം നടത്താൻ പാടില്ല, അക്രമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവും? ആ അടിച്ചെടുത്ത് അക്രമം നടത്തി പിടിച്ചെടുത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കണ്ടേ? അല്ലെങ്കിൽ അവൻ എന്തായാലും എടുത്തു പോയല്ലോ, ഇനിയിപ്പോൾ അവിടെ ഇരുന്നോട്ടെ, അവൻ്റെ ഇരുന്നോട്ടെ എന്ന് പറയുന്ന ന്യായം ശരിയാണോ? ആ ന്യായമാണ് ഈ 1991 പബ്ലിക് പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്. ഒരു ആരാധനാലയത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കമുണ്ട്, ആ തർക്കത്തിൽ ന്യായമുണ്ട് എന്ന് കോടതി തീരുമാനിക്കട്ടെ. ആ ന്യായത്തിൽ കോടതി വിചാരണ ചെയ്തൊരു തീരുമാനത്തിലെത്തട്ടെ. അതിനനുസരിച്ച് ഉടമസ്ഥാവകാശം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ. അതൊരു നീതിയുടെ ഒരു രീതിയുണ്ടതിൽ. അല്ലാതെ അടച്ചിന്നി ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം കുറേ പേര് ഇത് എടുത്തിട്ടുണ്ട്, അതൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്, ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. ഇത് വളരെ വിവേചനപരമായിട്ടുള്ള ഒരു നിയമമാണ് ഈ 1991 നിയമം. അത് കർശനമായിട്ട് പാലിക്കാൻ പറ്റത്തില്ല. അത് റദ്ദ് ചെയ്യേണ്ട ഒരു നിയമമാണ്. അങ്ങനെയല്ല ശരിക്കും. അല്ലെങ്കിൽ അതിനകത്തൊരു വ്യവസ്ഥ കൂടി ചേർക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ കാര്യത്തിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ചൊരു തർക്കമുണ്ടായാൽ ആ തർക്കം കോടതികൾ തീരുമാനിക്കുന്നത് വരെ ഇപ്പോഴത്തെ സ്ഥിതി തുടരണം. കോടതികൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിനനുസരിച്ച് ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുത്താം എന്നൊരു ഭേദഗതി അതിനകത്ത് വരുത്തിയാൽ വളരെ നന്നായി. അല്ലെങ്കിൽ ആ നിയമം വിവേചനപരം തന്നെയാണ്, അത് റദ്ദാക്കേണ്ടതാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. നന്ദി, നമസ്കാരം.